ഹായ് ഫ്രണ്ട്സ്, സജിനയാണ്. ഇന്ന് നമ്മൾക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 5 ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലിട്ടിട്ട് അതിലേക്ക് ഒരു പൊട്ടറ്റോ അരിഞ്ഞത് അതിലേക്കിടാം. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. ഇതിനും കൂടി ഇരുന്നിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വെന്തിട്ടുണ്ടാവും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ചിക്കൻ. ഇതിനൂടെ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എല്ലെല്ലാം മാറ്റിയെടുക്കണം. നമ്മൾ കടിക്കുമ്പോൾ എല്ല് കടിക്കുന്നത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കാം. ഇതുപോലെ എടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകരുത് ചിക്കൻ. ഇതുപോലെ എടുക്കണം. മിക്സിയിലൊന്നും അടിക്കരുത്. അതുപോലെ തന്നെ ഈ പൊട്ടറ്റോയും മിക്സിയിൽ അടിക്കരുത്. ഉണ്ട്. ഇതുപോലെ എല്ലെല്ലാം ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ പീസസ് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ സവാള, പിന്നെ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പിന്നെ 2 വെളുത്തുള്ളി 2 എണ്ണം മാത്രം മതിയേ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചാൽ മാത്രം മതി. പേസ്റ്റ് പോലെയൊന്നും ആക്കരുത്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ പാനിൽ വെച്ച് ഇനി ചൂടാക്കിയോ ഒന്നും ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫില്ലിങ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രെഡ് റോളാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് 2 മുട്ട, കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നമ്മളൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ എഗ്ഗ് എടുക്കുന്നത്. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫുള്ള് നന്നായിട്ട് നല്ല പത പോലെ തന്നെ കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് 14 എണ്ണമാണ് ഇത്രയും ചിക്കൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ 4 വശവും കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്യുന്ന ഈ പീസസ് എല്ലാം അരിക് എല്ലാം നമുക്ക് ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസും കിട്ടും. ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ഈ അരിക് കട്ട് ചെയ്ത ബ്രെഡിൻ്റെ പീസസ് കൊണ്ടാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഈ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തത് വെള്ളത്തിൽ 2 വശവും നല്ലോണം മുക്കിയിട്ട് വെള്ളം അങ്ങോട്ട് നന്നായിട്ട് കളയണം. അപ്പം നല്ല സോഫ്റ്റ് ആകും അത്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കണം. ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഫില്ലിങ് അധികം ഫില്ലിങ് വെക്കണമെന്നാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഫില്ലിങ്ങാണ് വെച്ചിരിക്കുന്നത്. അധികം വെക്കണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഫില്ലിങ്ങിനുള്ളത് എടുത്താൽ മതി. ചിക്കനൊക്കെ കുറച്ച് അധികം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫില്ലിങ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് അത് ആദ്യം എഗ്ഗിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി നല്ലോണം പൊതിഞ്ഞ് എടുക്കാം. പെട്ടെന്ന് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ ബ്രെഡ് റോൾസ്
ഉണ്ടാക്കാൻ പറ്റും. ഒന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മൾ ബ്രെഡിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിയൊന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക്, ഞാനിവിടെ 14 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ, അപ്പോഴേ ഇത് ഇടാൻ പാടുള്ളൂ. ഞാനൊരു ചെറിയ പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 എണ്ണ നമുക്ക് ഒരേ സമയം റെഡിയാക്കാൻ പറ്റുള്ളൂ. ഒരു വശം അത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ അടുത്ത വശവും തിരിച്ചിടാം. എന്നിട്ട് കോരിയെടുക്കാം. പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് ഈ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയാകും. ഇതുപോലെ കളറായിട്ട് വരും. തീ കൂട്ടി വയ്ക്കരുത്, അല്പം കുറച്ച് വയ്ക്കണം. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇടുകയാണെങ്കിൽ അതിലുള്ള ഓയിലൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തോളും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഞാനിത് ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു എയർ ടൈറ്റുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ താഴെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അത് ഞാൻ ഫ്രീസറിലാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴെ നമ്മൾ പേപ്പർ ഇട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എടുക്കാനും പറ്റും. ഇനി നമുക്ക് ഒരെണ്ണം കഴിച്ച് നോക്കിയാലോ. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, നല്ല ജ്യൂസിയാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഫില്ലിങ്. പുറത്ത് നല്ല ക്രിസ്പിയും ആയിരിക്കും. അപ്പോൾ ഇതുപോലൊരു സ്നാക്ക് നിങ്ങളും വീട്ടിൽ സെയിം തന്നെ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.